ഒരു സ്ഥലത്തിരുന്ന് രണ്ട് കൈയും ഇങ്ങനെ വെച്ച് ശാന്തമായിട്ട് കണ്ണും അടച്ചിരുന്ന് ചെയ്യുന്നതല്ല ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ മൈൻഡിനെ കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴും അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നമ്മൾ സ്ട്രിക്റ്റ് ആകും തോറും നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യാൻ നോക്കും. സോ അതൊരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മെൻ്റൽ സ്ട്രെങ്ത് ഓർ ഫിസിക്കൽ സ്ട്രെങ്ത്, അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ മെൻ്റൽ സ്ട്രെങ്ത് ആണോ ഫിസിക്കൽ സ്ട്രെങ്ത് ആണോ വേണ്ടുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്നുള്ളൊരു സംഭവം. നേരം ഒബ്വിയസ്ലി മെൻ്റൽ സ്ട്രെങ്ത് ആണ് ഭയങ്കരമായിട്ട് വേണ്ടുന്നത് എന്ന് പറഞ്ഞു ഒരാൾ. ഓക്കെ, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്തിനെക്കാട്ടിലും മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്തിലേക്ക് എത്താൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ. ശരിക്കും ഈ ഫിസിക്കൽ സ്ട്രെങ്ത് പറഞ്ഞ ഒരാൾ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഡിപ്രഷൻ വന്നു, നമുക്ക് ഡിപ്രഷൻ വന്നെങ്കിൽ ഒരിക്കൽ പോലും ഈ ഡിപ്രഷനെ മാറ്റാൻ നമുക്ക് മൈൻഡ് കൊണ്ട് പറ്റത്തില്ല. നമ്മൾ മൈൻഡിനോട് പറയാം ഡു നോട്ട് ഡിസ്റ്റർബ്, ഡു നോട്ട് ബി ഡിപ്രസ്ഡ് എന്നൊരു 500 വട്ടം നമ്മൾ മൈൻഡിനോട് പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. അതേസമയം ഈ ഡിപ്രഷനെ ഒരു ജിമ്മിലേക്ക് വിടുക, എല്ലാ ദിവസവും എവറി ഡേ 30 minutes ജിം വർക്കൗട്ട് ചെയ്യുക. സോ ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഗുണം ഉണ്ടാകും. കാരണം അവിടെ ഡിപ്രഷനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ വേർക്കുന്നു, ആൻഡ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡോപ്പമിൻ അതുപോലെ തന്നെ മറ്റ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു വെൽബീയിങ് കിട്ടുന്നു. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ. ഓക്കെ, അന്നേരം ഈ 2 കേസസും നമ്മൾ മൈൻഡിങ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അത് അത്രയും നടക്കുന്നതായിട്ട് മിക്കവാറും പഠനങ്ങളിലൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് ഒരു കൊക്കെയിൻ അഡിക്റ്റിനെ വീണ്ടും കൊക്കെയിൻ കൊണ്ട് ചികിത്സിക്കുന്ന പോലെ ഉള്ളൂ മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ മൈൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ എത്രയും സ്ട്രിക്റ്റായിട്ട് നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അത്രയും നമ്മളുടെ മൈൻഡ് എസ്കേപ്പ് ചെയ്യും. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ടു ഫോക്കസ് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ്. ഇപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി തന്നെ. സോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ we will get an upper hand. കാരണം we can view the things in different dimensions. സോ ഇപ്പം തന്നെ നമുക്ക് ജേർണലിംഗ്, ഇപ്പം തന്നെ വൈ ഐ ഫീൽ സാഡ് എന്നൊരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഒരു വട്ടം ഇട്ടിട്ട് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ടയേർഡ്, അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, ബ്ലെയിമിങ്, നമുക്ക് എത്ര തരം ഒരു ഡയമെൻഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നറിയാം. സോ മെയിൻ ഇമ്പോർട്ടൻസ് ഈസ് വി വിൽ ഗെറ്റ് മച്ച് ക്ലാരിറ്റി. വെൻ തിങ്സ് ആർ ക്ലിയറർ we can focus more. So the summary of this video is to focus more, just write, and writing brings clarity, and clarity brings focus. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം
ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ എയിമിൽ എറിയുക എന്ന് പറയും. ഒരു സ്പോട്ടാണത്, സ്പോട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആർച്ചറിയാന്ന് തന്നെ വേണമെങ്കിൽ വെക്കുക. ഓക്കെ, ഇങ്ങനെ 2 ഇതുണ്ടായിരിക്കും. സോ ഇവിടെ കുത്തിക്കണം. സോ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ കുറേ സാധനമുണ്ട്. നിങ്ങളുടെ വേയിൽ ഇതാണ് ആ ഒരു റോഡ്. ഇയാളിവിടെ നിൽക്കുകയാണ്, ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുകയാണ്, ആർച്ചറി കൈ അയാളുടെ ബോയും കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ വേണം അയാൾക്ക് അറിയാൻ. സോ ഈ ചുറ്റും ഇവിടെ ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മൗണ്ടനും ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇതിനെ എറിയാൻ പറ്റുമോ? നിങ്ങളുടെ ഈ വേ ഇവിടെ എത്തുമോ? ഇല്ല. ഇത് നിങ്ങൾ ഇത് ബ്ലോക്ക്ഡെന്ന് തന്നെ ചിന്തിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളതേ സമയം ഒരു ക്ലിയറായിട്ടുള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട്, അതായത് ഈ വെയിലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളൊരു ബോയും ആരോയും വെച്ച് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു നല്ലൊരു ഒരു ക്ലിയർ പാത്ത് ആണെങ്കിൽ ദർ ആർ ചാൻസസ് യു വിൽ ഹിറ്റ് ദ എയിം. അല്ലേ? സോ സിമിലർലി ഇത് തന്നെയാണ്. സോ യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി, ആൻഡ് ക്ലാരിറ്റി ഗിവ്സ് ചാൻസസ് to win or focus. ഈ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, so that's it.